തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ പിശാചി ബാധ, ഈ കാരണം അസുഖം ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ട് അസുഖം ഉണ്ടാവുന്ന ബുക്കിലുണ്ട്. അപ്പൊ പല കാരണങ്ങൾ എന്ന് പറയുന്നിടത്ത് പിശാച് കാരണം, ഇവിടെയാണ് അബദ്ധം പറ്റിയത്. ഒരു കാരണവും സഹോദരങ്ങളെ നമ്മൾ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം. ഒരു കാരണമല്ല അസുഖം, കാരണം കൊണ്ട് അസുഖം ഉണ്ടാവില്ല. അള്ളാഹു നമുക്കൊരു അസുഖം തരാൻ മുമ്പ് രേഖപ്പെടുത്തി വെച്ചത് ആ സമയത്തും സന്ദർഭത്തിലും അള്ളാഹു കാരണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട്, കാരണങ്ങൾ അള്ളാഹു ഹൽക്ക് ചെയ്യുന്നു. ആ കാരണത്തിലൂടെ അള്ളാഹു നമുക്ക് അസുഖം തരുന്നു. അല്ലാതെ കാരണം എന്താവില്ല, അസുഖത്തിലേക്ക് കാരണമായിട്ട് അള്ളാഹു നിർബന്ധിതനാകില്ല. അള്ളാഹു ഈ കാരണം കൊണ്ട് നമുക്കൊരു അസുഖം തരികയല്ല. നമുക്കൊരു അസുഖം തരാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരു കാരണത്തെ സൃഷ്ടിക്കുന്നു, ആ കാരണത്തിലൂടെ തരുന്നു. കാരണത്തിന് യാതൊരുവിധ അധികാരമില്ല, യാതൊരു ഇഖ്തിയാറും അവർക്ക് യാതൊരു സംഗതിയുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അസുഖം തരുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പിശാചിനെ ഒരു തെറ്റുപോലും നമ്മളെ ചെയ്യിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അനുഭവപ്പെട്ടാൽ തീരുമാനം എടുക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടല്ലാതെ. എത്ര വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഈ വിഷയമായി ബന്ധപ്പെട്ട്